ബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ റേഷൻ അഴിമതിയിൽ നടപടി കടുപ്പിച്ചിരിക്കുന്നു ഇഡി. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാനെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ പശ്ചിമബംഗാൾ പോലീസ് സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ കേന്ദ്രം ഉടൻ ഇടപെടണമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം, മറുഭാഗത്ത് ഇഡിയുടെ കർശനമായ നടപടികൾ നടക്കുന്നു. ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായി ബംഗാളിൽ ഒരു വിഷയമായി മാറിയിരിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അച്യുതൻ അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ഉണ്ടാകും. നമ്മളിപ്പോൾ കാണുന്ന വിവരം ബംഗാളിൽ നിന്നുള്ള വിവരമാണ്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് പിന്നാലെ റേഷൻ അഴിമതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ പശ്ചിമബംഗാൾ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കേന്ദ്രം ഈ വിഷയത്തിൽ ഉടൻ ഇടപെടണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു സംസ്ഥാന BJP. മാത്രമല്ല, മമതാ ബാനർജി രാജിവെക്കണം എന്ന രാഷ്ട്രീയ ആവശ്യം കൂടി BJP മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അച്യുതൻ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടാകും. അച്യുതൻ, എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരെ പശ്ചിമ ബംഗാളിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കർശന നടപടികളിലേക്ക് കൂടി ഈ അന്വേഷണ ഏജൻസി കടന്നിരിക്കുകയാണ്. ഇന്നലെ ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്ക് എത്തുന്ന സമയം തന്നെയാണ് ഈ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധ്യയുടെ വസതിയിലും പരിശോധനകൾ പുരോഗമിച്ചത്. എന്നാൽ ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധന നടത്താൻ കഴിയാതെയാണ് സംഘം മടങ്ങേണ്ടി വന്നത്. നാട്ടുകാർ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇഡിക്ക് പിൻവാങ്ങേണ്ടി വന്നത്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധ്യയെ ഇഡി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും കൂടുതൽ സേനയുടെ സഹായം തേടിക്കൊണ്ട്, പോലീസ് ഉൾപ്പെടെയുള്ള സേനയുടെ സഹായം തേടിക്കൊണ്ടായിരുന്നു ഇഡിയുടെ നടപടി. ഒപ്പം തന്നെ ഈ ആൾക്കൂട്ട ആക്രമണത്തിന് നേരെ പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് കോൺഗ്രസും BJPയും സംസ്ഥാനത്ത് ഉന്നയിക്കുന്നത്. ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച മമത രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതേസമയം അധിർ രഞ്ജൻ ചൗധരി ഇന്ന് ആക്രമിച്ചെങ്കിൽ നാളെ ഇവരെ കൊല്ലപ്പെടും എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു സർക്കാരിനെതിരെ ഉന്നയിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ, ശരി. അച്യുതൻ ആണ് വിവരങ്ങൾ നൽകിയത്.